കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ജൂൺ 1 മുതൽ ആരംഭിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് സാബു അബ്രഹാമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വ്യാഴാഴ്ച ചേർന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് പ്രസിഡന്റ് സാബു അബ്രഹാം ജൂൺ 1 മുതൽ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ആരംഭിക്കുമെന്ന് അറിയിച്ചത്. അതിനായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകി. ഇതുകൂടാതെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അടിയന്തരമായി സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് ഫിറ്റ്നസ് നൽകാനും മൺസൂണിന് മുമ്പ് അപകടകരമായി കെട്ടിടത്തിന് സമീപം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. സ്കൂൾ കെട്ടിടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെളിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം 25-നുള്ളിൽ പൂർത്തിയാക്കണം. സുരക്ഷാ വീഴ്ചയുള്ള സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നിർദ്ദേശം നൽകി. നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികളുടെ എസ്റ്റിമേറ്റ് ജൂൺ മാസത്തിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് വിളിക്കുന്ന യോഗങ്ങളിൽ ഇനി മുതൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരും പങ്കെടുക്കണം. ഇതിനുള്ള നടപടികൾ ഏർപ്പാടാക്കും. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ ഓക്സിജൻ പ്ലാന്റ് നടത്തിപ്പിന് ഏജൻസികളെ ക്ഷണിച്ച് കൊട്ടേഷൻ നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ ഒക്ലാവ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന തോമസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു, വിവിധ വകുപ്പുകളിലെ ജില്ലാ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.